السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه الفائزين برضا الله. أما بعد، فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ അനുഗ്രഹത്തിന്റെ പേരിൽ വളരെ വിശിഷ്ടമായ ഒരു കർമ്മത്തിനും ഒപ്പം ഒരു സംഗമത്തിനും നമ്മെ സാക്ഷികളാക്കുകയാണ്. ഈ പ്രദേശത്ത് പടച്ചവന്റെ അടിയാറുകൾ പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും മുഹബ്ബത്തിലുമായി എന്നുമെന്നും കഴിഞ്ഞുകൂടണം എന്ന വലിയ ലക്ഷ്യത്തോടുകൂടി അതിന് പ്രേരകമാകുമാറ്, പ്രചോദനമാകുമാറ് ഒരു സാംസ്കാരിക കേന്ദ്രത്തെ സ്ഥാപിച്ച് സമൂഹത്തിന് സമർപ്പിക്കുന്ന വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷികളാകുന്നത്. ഇവിടെ ഒരു വലിയ പ്രസംഗത്തിന്റെ പ്രസക്തിക്ക് അപ്പുറത്ത് ഈ സന്തോഷത്തിൽ സംബന്ധിക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തിയാണ് നിങ്ങൾക്ക് മുമ്പാകെ എനിക്ക് പ്രകടിപ്പിക്കാനുള്ളത്. സാധാരണ പ്രസംഗങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ ആരോഗ്യ പ്രശ്നത്തിന്റെ പേരിൽ ഒഴിഞ്ഞു നിൽക്കുന്ന ഈ വിനീതൻ പതിവ് പോലെ ഈ പരിപാടിയിലേക്കും എന്നെ ക്ഷണിച്ചപ്പോൾ സമ്മതം നൽകിയില്ല, വരാമെന്ന് ഏറ്റിട്ടുമില്ല. കഴിഞ്ഞുകൂടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സന്തോഷ മുഹൂർത്തത്തെ കൺകുളിർക്കെ കണ്ട് സന്തോഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഈ വിനീതൻ ഈ സദസ്സിലേക്ക് വന്നിട്ടുള്ളത്. ആമുഖമായി ഞാനിത് ബോധിപ്പിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശവും കൂടിയുണ്ട്. എന്നെ സ്നേഹിക്കുകയും ഞാൻ ആദരിക്കുകയും എനിക്കേറെ ബന്ധവും കടപ്പാടുമൊക്കെയുള്ള എന്റെ സ്വന്തം നാടിന്റെ പരിസരവാസികളുമൊക്കെയായ പലരും പ്രസംഗങ്ങൾക്ക് വേണ്ടി പലപ്പോഴും എന്നെ ക്ഷണിച്ചിട്ട് അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന ഞാൻ ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷകനായി പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായും ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മനസ്സുകൾക്കൊക്കെ എന്നോട് ഉറപ്പു തോന്നാനിടയുള്ളതുകൊണ്ട് അതിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി കൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുമ്പാകെ ബോധിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇവിടെ ഒരു മസ്ജിദിന്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. മസ്ജിദ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സുജൂദ് ചെയ്യപ്പെടുന്ന സ്ഥലം, സാഷ്ടാംഗം നമിക്കപ്പെടുന്ന സ്ഥലം. സാങ്കേതികമായി ആരാധനകൾ നിർവഹിക്കുന്നതിനു വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഭവനത്തെയാണ് നമ്മൾ മസ്ജിദ് എന്ന് വിളിക്കുന്നത്.
എന്നാൽ എനിക്ക് മുമ്പ് ബഹുമാന്യനായ നമ്മളുടെ ഫാദറും സ്വാമിജിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പദത്തിൽ തന്നെ ഒരു മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ ചുവയും മാധുര്യവുമുണ്ട്. നൊമ്പരത്തിന്റെയും വേദനയുടെയും അങ്കലാപ്പിന്റെയും അലട്ടലുകളുടെയും ഭാരം തലയിൽ പേറി നടക്കുന്ന അടിയാറുകൾക്ക് ആ വേദനിക്കുന്ന മനസ്സുമായി അവരുടെ ആരാധ്യനും കാരുണ്യവാനുമായ റബ്ബിന്റെ മുമ്പിൽ വന്ന് തലയിലെ ഭാരം ഒന്ന് താഴ്ത്തിവെക്കാനുള്ള പ്രതീക്ഷയുടെ ഭവനം, അതാണ് മസ്ജിദിന്റെ അർത്ഥം. സാഷ്ടാംഗം നമിക്കുക എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ചില്ലറ ചുവരുകളുടെയും അല്ലെങ്കിൽ അതിന്റെ അക്ഷര മാലകളുടെയും ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ചടങ്ങുകൾക്കല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സ് അത് സമാധാനപൂർണമാകുവാനും ആ മനസ്സിന് ആശ്വാസവും ആനന്ദവും ലഭിക്കുവാനും ആ മനസ്സ് സഹജീവികളോട് സ്നേഹമുള്ളതായി തീരുവാനും ആ മനസ്സു മുഖേന ഭൂമിയിൽ നന്മ വളരുവാനും നന്മയുടെ പാതയിൽ മറ്റുള്ളവരോടൊപ്പം ഒത്തു സഞ്ചരിക്കാനുള്ള മനസ്ഥിതിയും വിശാലതയും സമ്പാദിക്കുവാനുമൊക്കെ ഉതകുന്ന തരത്തിൽ ആരാധനകളിലൂടെ, ഇബാദത്തുകളിലൂടെ, സൽക്കർമ്മങ്ങളിലൂടെ മനുഷ്യനിൽ ഉണ്ടായിത്തീരേണ്ട ഒരു സംസ്കരണം, അതാണ് പരിശുദ്ധ ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പള്ളിക്ക് മസ്ജിദ് എന്ന് പേര് പറഞ്ഞത്. ഭൂമിയിൽ ആദ്യമായി പണിത് സമൂഹത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട പള്ളിയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയപ്പോൾ ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. ഭൂമി ലോകത്ത് ആദ്യമായി പടച്ചവനെ ആരാധിക്കുന്നതിനു വേണ്ടി പണിത് പൂർത്തീകരിക്കപ്പെട്ട ഭവനം മക്കയിലുള്ള കഅബാലയമാണ് എന്ന് പറഞ്ഞു. ഈ കഅബാലയത്തിന്റെ നിർമ്മാണത്തെ വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് പടച്ചവൻ നമുക്ക് പറഞ്ഞു തരുന്ന വചനം പരിശോധിക്കുമ്പോൾ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ وَمِنْ ذُرِّيَّتِنَا أُمَّةً مُسْلِمَةً لَكَ وَأَرِنَا مَنَاسِكَنَا وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ ഇബ്രാഹിം അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാമയും ഒത്തുചേർന്നുകൊണ്ട് പടച്ചവനു വേണ്ടി പണിതുയർത്തിയ ഒരു ഭവന നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട വേളയിൽ രണ്ടുപേരും അള്ളാഹുവിങ്കലേക്ക് കൈവർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയ ദുആ, പ്രാർത്ഥന, അതിനെ വിശദീകരിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്താ പറയുന്നത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا تقبل منا إنك أنت السميع العليم. രക്ഷിതാവേ, നീ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ, നീ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ. പലപ്പോഴും പരിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം അതിന് അർത്ഥം നൽകാൻ കഴിയുന്നതാണ്. മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകൾ, മനുഷ്യ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങൾ, സുഖവും ദുഃഖവും സമ്മിശ്രിതമായ ജീവിതത്തിന്റെ അങ്കലാപ്പുകളുടെയും അലട്ടലുകളുടെയും പാതയിലൂടെ നടന്നു വരുമ്പോൾ അവൻ സഹിക്കുകയും താണ്ടിക്കടക്കുകയും ചെയ്യുന്ന പ്രാരാബ്ധങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ. ജബലുൽ കഅബ എന്ന പേരിൽ ഒരുപാട് ഉയരത്തിൽ നിന്നും പാറ പൊട്ടിച്ചെടുത്ത് സ്വന്തം തോളിൽ അതിനെ പേറി മകനോടൊപ്പം ജീവിതത്തെ, അതിന്റെ ഭാരത്തെ ഒരു പരിധിവരെയും എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കുന്നതിനു വേണ്ടി ഭാണ്ഡക്കെട്ടുമായി നടന്നു നീങ്ങുന്ന മനുഷ്യ കുഞ്ഞുങ്ങളെ പോലെ അലഞ്ഞുതിരിയുന്ന ഒരു പിതാവിന്റെയും പുത്രന്റെയും അവസ്ഥ. കല്ലും മണ്ണും കട്ടയും മറ്റുമൊക്കെ ഇങ്ങനെ ഒരു ഭവനം പണിതുയർത്താൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര അധ്വാനമുണ്ട്, എത്ര പരിശ്രമമുണ്ട്, എത്ര ആളുകളുടെ
അധ്വാനങ്ങൾ, എത്ര ആളുകളുടെ സമ്പത്ത്, എത്ര ആളുകളുടെ ബുദ്ധി, ഇതൊക്കെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, താല്പര്യങ്ങൾ, അത്യാവശ്യങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഇത് ഛിന്ന ഭിന്നമായ നിലയിൽ ചിതറിക്കടക്കും. അതിനൊക്കെ ഒന്ന് ഒരുക്കൂട്ടുവാൻ, അതിനെ ഒരു കൂടാരം പോലെ പടുത്തുയർത്തുവാൻ, ഒരു ഭവനം പോലെ അതിനെ ഭദ്രമാക്കുവാൻ, വെയിലും മഴയിൽ നിന്നും രക്ഷ പ്രാപിച്ചുകൊണ്ട് അതിന്റെ ഉള്ളിൽ സ്വസ്ഥനായ നിലയിൽ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുവാൻ അതിനുവേണ്ടിയുള്ള അധ്വാനം, അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള അധ്വാനത്തെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മുഖചിത്രം. ഈ തരത്തിൽ ആ മനുഷ്യന്റെ അധ്വാനം, അവന്റെ പരിശ്രമം, അവന്റെ കഠിന പ്രയത്നം ഇതൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് ഒരു സമാധാനം നൽകുന്ന ഗേഹത്തിന്റെ കൂരയുടെ കുടിലിന്റെ രൂപം പ്രാപിച്ചപ്പോൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, പടച്ചവനെ നീ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്തു. നീ ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണം. ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ പരിശ്രമവും ഞങ്ങളാൽ കഴിയുന്നത് പോലെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിന്റെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുകയും അതിന്റെ ഗുണത്തെ സമൂഹത്തിനും ഞങ്ങൾക്കും സമ്മാനിക്കുകയും ചെയ്യുന്ന തരത്തിൽ അതിന് നിന്റെ ഭാഗത്തുള്ള സ്വീകാര്യത ലഭിക്കേണ്ടതുണ്ട്, നിന്റെ ഭാഗത്തുള്ള അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. ഇനി അതാണ് വേണ്ടത്. റബ്ബേ നീ ഞങ്ങൾക്കത് നൽകണമേ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ വാക്യത്തോടൊപ്പം അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്ന വചനം നമ്മൾ ശ്രദ്ധിക്കൂ. ഇന്നക അൻതസ് സമീഉൽ അലീം, ഇന്നക അൻതസ് സമീഉൽ അലീം. നിശ്ചയമായും നീ കേൾക്കുന്നവനാണ്, നീ അറിയുന്നവനുമാണ്. നീ കേൾക്കുന്നവനാണ്, നീ അറിയുന്നവനും. അവിടെയാണ് മസ്ജിദ് എന്ന് പറയുന്നത് കേവലം ആരാധനയ്ക്ക് വേണ്ടി മാത്രം പടുത്തുയർത്തപ്പെട്ട ഭവനമല്ല, മറിച്ച് മനുഷ്യ മനസ്സുകൾക്ക് ആശ്വാസം പകരുവാനും സമാധാനം പകരുവാനും അവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും അല്ലലുകളും അവരുടെ കണ്ണുനീരുമൊക്കെ റബ്ബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുവാനും ആ ഭാണ്ഡക്കെട്ട്, ഭാരം നൽകുന്ന ശിരസ്, തല, അതൊന്ന് അവന്റെ മുമ്പിൽ നമിക്കുവാനുമുള്ള ഇടമായിട്ടാണ് പടച്ചവൻ ഈ ഭവനത്തെ പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ബോധ്യം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. സമൂഹത്തിലെ ആളുകൾ എന്നെ കാണുന്നത് എന്റെ വെളുത്ത വസ്ത്രത്തെയാണ്, അവരെന്നെ കാണുന്നത് എന്റെ തലപ്പാവിനെയും ധാടിയെയുമാണ്, അവരെന്നെ കാണുന്നത് എന്റെ പ്രഭാഷണത്തെയും എന്റെ വാഗ്ധോരണിയെയുമാണ്. എന്നാൽ ഇന്നക അൻതസ് സമീഉൽ അലീം, ഇന്നക അൻതസ് സമീഉൽ അലീം, ആരും കാണാതെ, ആരും അറിയാതെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഒളിപ്പിച്ചു വെക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന 1000 വേദനകളുണ്ട്, 1000 വേദനകൾ. ആ വേദനകൾ സമീആയ നീ മാത്രമേ കേൾക്കുന്നുള്ളൂ പടച്ചവനെ, അത് നീ മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്റെ വേദനകളും എന്റെ ദുഃഖങ്ങളും പറഞ്ഞാൽ കേൾക്കാൻ പോലും ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സാധിക്കില്ല. ആരും അതിന് സന്നദ്ധത പ്രകടിപ്പിക്കാറില്ല. എന്റെ ദുഃഖങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല, എന്റെ വേദനകൾ കേൾക്കാൻ ആരുമില്ല, എന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഒന്ന് കേൾക്കാൻ പോലും ഇന്നത്തെ സമൂഹത്തിൽ ആളുകളില്ല. ഈ സാഹചര്യത്തിൽ റബ്ബേ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ അലട്ടുന്ന വേദനകൾ സമീആയ നീ അത് നന്നായി കേൾക്കുന്നു എന്ന് എനിക്കറിയാം. അലീമുൻ, നീ ഇതൊക്കെ നന്നായി അറിയുന്നവനുമാണ്, ഞാൻ പറയാതെ തന്നെ നീ അറിയുന്നു. അതുകൊണ്ട് എന്റെ വേദനകളെയും വിഷമങ്ങളെയും നന്നായി കേൾക്കുന്നവനും നന്നായി അറിയുന്നവനുമായ രക്ഷിതാവിന്റെ മുമ്പിൽ ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി എന്റെ ശിരസ്സൊന്ന് നമിക്കാനുള്ള ഇടമായിട്ടാണ് ഈ പള്ളിയെ ഞാൻ കണക്കാക്കുന്നത് എന്ന് പടച്ചവൻ നമുക്ക് പരിചയപ്പെടുത്തി തരും. പ്രിയപ്പെട്ടവരെ, 2ാമത്തെ വചനത്തിൽ ഇപ്രകാരം ഒരു പള്ളിയുടെ, ഭവനത്തിന്റെ, ആശ്രയ കേന്ദ്രത്തിന്റെ, ഒരു അഭയ കേന്ദ്രത്തിന്റെ, സാംസ്കാരിക ഗേഹത്തിന്റെ പണി പൂർത്തീകരിക്കപ്പെടുകയും അത് സമൂഹത്തിന് സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഔപചാരികമായ കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഈ പരിസര പ്രദേശത്തെ ജനവിഭാഗത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അവരുടെ കർമ്മപഥം എന്താകണം, അവരുടെ ജീവിത രീതി എന്താകണം, ഈ ഭവനത്തെയും സാംസ്കാരിക ഗേഹത്തെയും ചിട്ടപ്പെടുത്തിയ അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ പരിസര പ്രദേശത്തെ ജനവിഭാഗത്തിന്റെ ജീവിത രീതി എന്താകണം. റബ്ബനാ وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിന്നെ അനുസരിക്കുകയും നിന്റെ അനുസരണയിൽ പരിപൂർണമായി ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്ന 2 നല്ല അടിമകളാക്കി ഞങ്ങളെ മാറ്റണം. ഈ പള്ളിയോട് ബന്ധമുള്ളവർ, ഇതിനെ പരിപാലിക്കുന്നവർ, ഇതിനെ ഒരു സാംസ്കാരിക ഗേഹമായി, ആരാധനാലയമായി അംഗീകരിക്കുന്ന ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ട പരിവർത്തനം അവർ പടച്ചവന് അനുസരണ ചെയ്യുന്നവരായിരിക്കണം, അഥവാ മുസ്ലിമീങ്ങളായിരിക്കണം.
മുസ്ലിമീങ്ങളായിരിക്കണം. അരിനാ മനാസിക്കന, മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ ഞങ്ങളുടെ കർമ്മപഥം എന്താണ്, ഞങ്ങളുടെ കർമ്മ പദ്ധതി എന്താണ്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും ലക്ഷ്യം വെക്കേണ്ടത്, കാഴ്ചവെക്കേണ്ടത്, പടച്ചവനെ നീ ഞങ്ങൾക്കത് പഠിപ്പിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നമ്മൾ മുസ്ലിമീങ്ങളാകണം. മുസ്ലിമീങ്ങളാകുമ്പോൾ ഇസ്ലാം എന്താണെന്നും ആ ഇസ്ലാമിന്റെ വാഹകരായ അതിന്റെ അനുയായികളായ ആളുകളോട് അതെന്താണ് പ്രബോധനം ചെയ്യുന്നത്, ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും സമൂഹത്തിന് മാതൃകകളായി, സമൂഹത്തിന് ഉപകാരികളായി, നല്ല മുസ്ലിമീങ്ങളായി ജീവിക്കാൻ നമുക്ക് ഈ ഭവനവും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും പ്രേരകമാകണം, പ്രചോദനമാകണം. അതിന് നമ്മളെ പക്വപ്പെടുത്തണം. അപ്പോഴാണ് പള്ളി പടച്ചവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ, പള്ളിയിലേക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹയ്യ അലൽ സ്വലാഹ് എന്ന പേരിൽ വിളിക്കപ്പെടുമ്പോൾ, ഹയ്യ അലൽ ഫലാഹ് എന്ന പേരിൽ വിളിക്കപ്പെടുമ്പോൾ കൂട്ടം കൂട്ടമായി ഈ പരിസര പ്രദേശത്തെ മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ നടന്നു വരുന്നതിലൂടെ അവർക്ക് സാധ്യമാകുന്ന രണ്ട് പദ്ധതികൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. കൊടുക്കുന്നുണ്ടോ? അല്ല, കൊടുക്കണം. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പടച്ചവന്റെ ഭവനത്തിലേക്ക് വിളിക്കപ്പെടുന്നത് ഓരോ വ്യക്തികളുടെയും സ്വന്തമായ വ്യക്തിപരമായ സംസ്കരണത്തെ ലക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ്. അഥവാ നന്മയിൽ അവരെ പക്വപ്പെടുത്തിയെടുക്കുക, നന്മയിൽ അവരെ ഊട്ടി വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പള്ളിയിലേക്കുള്ള വരവ്, പള്ളിയിലേക്കുള്ള ചുവട്ടടി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ വാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിക്കുമ്പോൾ, ഒരാള് ബാങ്ക് കേട്ടു, വീട്ടിൽ നിന്നും വുളൂ ചെയ്തു, എന്നിട്ട് നമസ്കരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ അവന്റെ ഓരോ ചുവട്ടടികൾ കാരണമായി അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു, അവന്റെ ദറജാത്തുകൾ ഉയർത്തപ്പെടുന്നു, അവന് നന്മകൾ രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് നമ്മൾ വേദവാക്യങ്ങളിൽ അല്ലെങ്കിൽ ഹദീസ് വചനങ്ങളിൽ വായിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ് ഇതിന്റെ ആശയം? ഒരു ദിവസത്തിൽ 5 നേരം പ്രായോഗികമായ നിലയിൽ ഈ ഭവനത്തിന്റെ പരിസരവാസികളായ മനുഷ്യരെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടി, പരിശുദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ ജീവിതത്തെ അടിമുടി നന്മയിൽ അധിഷ്ഠിതമായി വാർത്തെടുക്കുന്നതിനും വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയിലേക്ക് അവരെ ക്ഷണിക്കുന്നു. അതാണ് നന്മ എന്ന് ഉദ്ദേശിക്കുന്നത്. ആ നന്മയിലൂടെ നമ്മളെ മനുഷ്യരാക്കി തീർക്കുവാനും നമ്മളെ ഉത്തമന്മാരായ മുസ്ലിമീങ്ങളാക്കി തീർക്കുവാനും അള്ളാഹു ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി നമ്മൾ വിളിക്കപ്പെടുന്നത് പടച്ചവന്റെ ഭവനത്തിലേക്കാണ്. പടച്ചവന്റെ ഭവനത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഈ വിളിയാളം കേട്ടിട്ട് അതിന് ഉത്തരം നൽകി അതിനായി വിളിക്കപ്പെട്ട സ്ഥലത്ത് പോയി അത് നിർവഹിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാതിൽ ഈയമൊഴുക്കി ഒതുക്കുന്നതാണ് നല്ലത് എന്നൊരു ഹദീസ് വചനത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിയിലൂടെ അല്ലെങ്കിൽ പള്ളിയിലേക്കുള്ള ആരാധനയിലേക്കുള്ള ക്ഷണത്തിലൂടെ മനുഷ്യ വിഭാഗത്തെ വ്യക്തിപരമായ നിലയിൽ അടിമുടി സംസ്കരിച്ച് ശുദ്ധരാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നതിനോടൊപ്പം അവര് ഇവിടെ ഒത്തുകൂടുമ്പോൾ അവർക്കിടയിൽ ഒരുമയുണ്ടാകണം. ഈ നന്മയും ആ നന്മയിലെ ഒരുമയും നമ്മുടെ നാടിന്റെ തനിമയായി മാറണം. അതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ സംസ്കൃതി. അതാണ് സംസ്കരണ പദ്ധതി. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പള്ളി നിർമ്മിതമായി, ആ പള്ളിയിൽ ആരാധനകൾ കൃത്യമായി നടത്തപ്പെട്ടു. ആ ആരാധനയിലൂടെയും ഇബാദത്തുകളിലൂടെയും ആരാധ്യനായ രക്ഷിതാവിന്റെ പ്രീതിയും പൊരുത്തവും നേടിക്കൊണ്ടുള്ള, പരലോകത്തിന്റെ മോക്ഷവും മോചനവും നേടിക്കൊണ്ടുള്ള ഒരു ലക്ഷ്യം മാത്രമല്ല, മറിച്ച് അക്ഷരാർത്ഥത്തിൽ ഈ തരത്തിൽ നമ്മളെ സാംസ്കാരികമായ നിലയിൽ, ധാർമ്മികമായ നിലയിൽ പരിശുദ്ധപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായ ഒരു പ്രക്രിയ. ആ പ്രക്രിയയിൽ നമ്മൾ വിജയിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരാള് അവന്റെ വീട്ടിന്റെ മുമ്പിലൂടെ ഒഴുകുന്ന നദിയിൽ ദിവസവും 5 നേരം കുളിച്ചാൽ അവന്റെ ശരീരത്തിൽ ഒരഴുക്കും ബാക്കി ഉണ്ടാവില്ല. ഈ ഹദീസ് വചനങ്ങളൊന്നും നമ്മളൊരു വേദവാക്യം പോലെ കേൾക്കരുത്. അതിന്റെ അർത്ഥതലങ്ങളെയും ആശയങ്ങളെയും പ്രായോഗിക ഭാഷയിൽ പഠിക്കുകയും അതിന്റെ ധാർമ്മിക വശത്തെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, ഒഴുകുന്ന വെള്ളത്തിൽ, ശുദ്ധമായ ജലത്തിൽ 5 നേരം കുളിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാഹ്യ ശരീരത്തിൽ അഴുക്കുകൾ അവശേഷിക്കാത്തതുപോലെ പടച്ചവന്റെ ഭവനത്തിലേക്ക് ഭക്തിയോടുകൂടി വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവ്, അവന്റെ മനസ്സ്, അവന്റെ ചിന്തകൾ, അവന്റെ ബുദ്ധി, അവന്റെ ശ്രമങ്ങൾ, നീക്കങ്ങൾ, അനക്കം, അടക്കം ഇതൊക്കെ പരിപൂർണമായും മാനവിക മൂല്യമുള്ളതായി തീരും, മനുഷ്യത്വത്തിന്റെ ചവയുള്ളതായി തീരും, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി തീരും. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾക്ക് പടച്ചവൻ അവതരിപ്പിച്ച വിശുദ്ധ വാക്യത്തിൽ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായും നമസ്കാരം നിന്ദ്യവും നികൃഷ്ടവുമായ എല്ലാ ദുഷിച്ച കർമ്മങ്ങളിൽ നിന്നും മനുഷ്യരെ തടുത്തു നിർത്തുക തന്നെ ചെയ്യും. 5 നേരം പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ മുൻകൈ കഴുകുന്നു, വായു കൊപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, മുഖം കഴുകുന്നു, കൈ കഴുകുന്നു. നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ആചാരങ്ങളുടെയും ആരാധനകളുടെയും ആന്തരികമായ സത്തയെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഇടങ്ങളിൽ ബാഹ്യമായ നിലയിൽ നമ്മൾ വായു കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ, കൈ കഴുകുമ്പോൾ അഴുക്കല്ല നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത്, മറിച്ച് നമ്മുടെ സ്വഭാവത്തിൽ വന്നുപോയ ദൂഷ്യങ്ങളാണ്, നമ്മുടെ പെരുമാറ്റത്തിലൂടെ വന്നുപോയ കറകളാണ്. നാവുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ആ വർത്തമാനത്തിന്റെ പേരിൽ സമൂഹത്തിന് എന്തെങ്കിലും ദുഷിപ്പോ ദോഷമോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത്തരം അഴുക്കുകളെയും കറകളെയും കഴുകി വൃത്തിയാക്കാനാണ് നമ്മളോട് പടച്ചവൻ ഈ തരത്തിൽ ഒരു ആരാധനയെ നിയമമാക്കിയത്. അപ്രകാരം രക്ഷിതാവിന് മുമ്പിൽ നമ്മൾ വന്നു നിന്ന് കൈകെട്ടി അവനോട് ദുആയിരക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധന അർപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മനുഷ്യ സമൂഹത്തിന് നൽകുന്ന ഒരു വലിയ ബോധമുണ്ട്, ഒരു വലിയ ചിന്തയുണ്ട്. എന്താണ് ആ ചിന്ത? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ 2 നൃത്തമുണ്ട്. ഒന്ന്, ഭൂമിയിൽ സ്ഥിരമായി പടച്ചവന്റെ മുമ്പിൽ 5 നേരവും പതിവായി നിൽക്കുന്ന നമസ്കാരത്തിലെ നൃത്തം. മറ്റൊന്ന്, ഇതേ മനുഷ്യൻ നാളെ പരലോകത്ത് പടച്ചവന്റെ സന്നിധിയിൽ ഉയർത്തെഴുന്നേൽപ്പിന് വിധേയനാക്കപ്പെടുമ്പോൾ അവന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന ഒരു നൃത്തം. അഥവാ ഭൂമി ലോകത്ത് 5 നേരവും കൃത്യമായി എന്റെ പടച്ചവന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരടിയാന്റെ മനസ്സിൽ നാളെ പരലോകത്ത് ഇപ്രകാരം നിൽക്കേണ്ടി വരും എന്ന ഒരു ഉത്തമ ബോധമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ ബോധത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വായിൽ നിന്നും അനാവശ്യം പുറത്തേക്ക് വരികയില്ല. അവന്റെ കയ്യിൽ നിന്നും ആഭാസങ്ങളോ അധർമ്മങ്ങളോ ഒരിക്കലും അനുഭവപ്പെടേണ്ടി വരികയില്ല സമൂഹത്തിന്. അവനിൽ നിന്നും ആർക്കും ഒരു ഉപദ്രവവും സഹിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല മുസ്ലിം ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ, എന്താണ് ഇസ്ലാമിന്റെ ഭംഗി എന്ന് അന്വേഷിച്ചപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യുൽ ഇസ്ലാമി അഫ്ളൽ, ഏതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ഇസ്ലാം, നല്ല മുസ്ലിം ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നൽകിയ മറുപടി, അൽ മുസ്ലിമൂൻ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, ഏതൊരു മനുഷ്യന്റെ വായിൽ നിന്നും അവന്റെ കൈകാലുകളിൽ നിന്നും മറ്റു മനുഷ്യരൊക്കെ സുരക്ഷിതരായോ അവനാണ് നല്ല മുസ്ലിം, അവനാണ് നല്ല മുസ്ലിം. നല്ല മുസ്ലിമാരാണ്, നല്ല മുസ്ലിമാരാണ്. പ്രിയപ്പെട്ടവരെ, നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കൈകാലുകളിൽ നിന്നും വായിൽ നിന്നും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകരുത്, മറ്റുള്ളവർക്ക് ഉപകാരം മാത്രമേ ഉണ്ടാകാവൂ. ആ തരത്തിൽ ജീവിക്കുന്നവനാണ് ഏറ്റവും നല്ല മുസ്ലിം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം നന്മകളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള നന്മകളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ പുണ്യമായി നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യത്വമാണ്, മാനവികതയാണ്, മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദമാണ്, സ്നേഹമാണ്, മനുഷ്യത്വത്തോടുകൂടി പെരുമാറുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രേരണയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ വളരെ വ്യക്തമായി അല്ലാഹു പറയുന്ന ഒരു വചനം നമുക്കൊക്കെ സുപരിചിതമാണ്. ലൈസൽ ബിർറ അൻ തുവല്ലു വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, ലൈസൽ ബിർറ അൻ തുവല്ലു വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ് ولكن البر من آمن بالله واليوم الآخر أقام الصلاة وآتى الزكاة والموفون بإذنهم. അല്ലാഹു പറയുന്നു, ലൈസൽ ബിർറ അൻ തുവല്ലു വജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങളുടെ മുഖത്തെ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിച്ചു നിർത്തുക, അതല്ല പുണ്യം എന്ന് പറഞ്ഞാൽ കേവലാർത്ഥത്തിലുള്ള ബാഹ്യമായ ആരാധനയുടെ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ചേഷ്ടകൾക്കല്ല പുണ്യം എന്ന് പറയുന്നത്. നന്മ എന്ന് പറയുന്നത്, നന്മ എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിലുണ്ടാകേണ്ട നല്ല വിശ്വാസം, അവന്റെ മനസ്സിലുണ്ടാകേണ്ട നല്ല ചിന്തകൾ, അവന്റെ മനസ്സിലുണ്ടാകേണ്ട നല്ല വിചാരങ്ങൾ, ആ വിചാരത്തോടൊപ്പം അവനിൽ നിന്നും നിർഗളിക്കേണ്ട നല്ല പ്രവർത്തനങ്ങൾ, നല്ല പ്രവർത്തനങ്ങൾ. ആ നല്ല പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴൊക്കെ, പറയുന്ന ഇടങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, മറ്റുള്ളവർക്ക് കൊടുക്കുക, മറ്റുള്ളവരോട് നന്മയിൽ വർത്തിക്കുക, മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുക, അവനാണ് യഥാർത്ഥത്തിൽ പുണ്യവാളൻ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഇദ്ദത്ത് ലിൽ മുത്തഖീൻ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ والضراء والكاظمين الغيظ والعافين عن الناس. എവിടെയൊക്കെ നന്മയെ സംബന്ധിച്ചിട്ട് വിശദീകരിക്കുന്ന വിശുദ്ധ വാക്യത്തെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുമ്പോഴും അവിടെയൊക്കെ പടച്ചവൻ പറയുന്നത് സാധാരണ ബാഹ്യമായ അർത്ഥത്തിലുള്ള ആരാധനകളല്ല, മറിച്ച് ആ ആരാധനകളിലൂടെ ആർജിച്ചെടുക്കുന്ന ആത്മീയമായ സത്തയിൽ നിന്നും ഊരിത്തിരിഞ്ഞു വരുന്ന മാനവിക മൂല്യത്തെയാണ്, മനുഷ്യത്വപരമായ പെരുമാറ്റ രീതിയെയും സൗഹൃദ രീതിയെയുമാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്.
ബാങ്ക് വിളിക്കുന്നു. അധികം നീട്ടാനില്ല. പ്രിയപ്പെട്ടവരെ, രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, പള്ളിയിലേക്ക് ക്ഷണിക്കപ്പെടുമ്പോൾ മനുഷ്യൻ വ്യക്തിപരമായി അതിലൂടെ സംസ്കരിക്കപ്പെടുക എന്ന് പടച്ചവൻ ലക്ഷ്യമാക്കിയതിന്റെ വിശദാംശങ്ങൾ. നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ ആരാധനകളിലും, ഒളു മുതൽക്ക് തുടങ്ങിയ ഓരോ കർമ്മങ്ങളിലും അതിന്റെ പ്രേരണയായി, ശ്രേഷ്ഠതയായി പറഞ്ഞു വെച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവിധങ്ങളായ വചനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ആശയം അതാണ്. രണ്ടാമത്തേത്, ഈ ഇബാദത്തിനായി, ആരാധനയ്ക്കായി ഒത്തുകൂടുന്ന പള്ളിയിലൂടെ നമുക്കിടയിൽ ഉണ്ടായിത്തീരേണ്ട ഒരുമ. പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി ഒത്തുകൂടുമ്പോൾ നമ്മളുടെ തോളോട് ചേർത്ത് വെക്കാൻ പഠിപ്പിച്ചു നമ്മുടെ നേതാവ്. അങ്ങനെ തോളും ചേർത്ത് വെക്കുന്നത് നിങ്ങളുടെ കൽബുകൾ പരസ്പരം അടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും പഠിപ്പിച്ചു. നമസ്കാരം എന്ന ഈ വിശുദ്ധ കർമ്മത്തെ നിർവഹിച്ച് പൂർത്തിയാക്കി അതിൽ നിന്നും വിരമിക്കുമ്പോൾ, അതിന് വിരാമം കുറിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് വലതുഭാഗത്തേക്കും അസ്സലാമു അലൈക്കും എന്ന് ഇടതുഭാഗത്തേക്കും തിരിഞ്ഞുകൊണ്ട് നമ്മളുടെ സുഹൃത്തിന്റെ, ഉറ്റവന്റെ, ഉടയവന്റെ, അരികിലിരിക്കുന്നവന്റെ സമാധാനത്തെ സംബന്ധിച്ചിട്ടും അവന്റെ വേദനയെ സംബന്ധിച്ചിട്ടും സാധിക്കുമെങ്കിൽ അവനെ സ്വാന്തനപ്പെടുത്തുന്നതിന്റെ ആവശ്യകതയെ സംബന്ധിച്ചിട്ടും ഉത്ഭുതരാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനകളിലും ഇബാദത്തുകളിലും മറ്റേതെങ്കിലും കർമ്മങ്ങളിലുമായി മിമ്പർ മെഹ്റാബുകളിലോ പള്ളി മദ്രസകളിലോ അത്തരം ഏതെങ്കിലും ആത്മീയമായ ശാലകളിലോ ഒതുങ്ങേണ്ടവരല്ല. നമ്മൾ മനുഷ്യന്റെ വേദന അറിയേണ്ടവരാണ്, നൊമ്പരങ്ങൾ അറിയേണ്ടവരാണ്, അവരുടെ ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും അറിയേണ്ടവരാണ്. അതൊക്കെ അറിഞ്ഞ് അതിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്നത് പോലെ ശ്രമിക്കേണ്ടവരാണ്, അധ്വാനിക്കേണ്ടവരാണ്. അതിന് പ്രായോഗികമായ നിലയിൽ നമ്മളെ പക്വപ്പെടുത്തുകയും നമ്മളെ തയ്യാറാക്കുകയും അതിന് നാം സന്നദ്ധരാണ്, തയ്യാറാണ് എന്ന് പരസ്യമായ നിലയിൽ പ്രഖ്യാപിക്കുകയും പ്രതിജ്ഞ എടുപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഹ്യമായ കർമ്മമാണ്, അല്ലെങ്കിൽ പ്രായോഗികമായ നടപടിക്രമമാണ് പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന ഇബാദത്തുകളും ആരാധനകളും ഒക്കെ. സ്വാഭാവികമായി നേരത്തെ ഓതിയ ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആലോചിക്കുമ്പോൾ ഈ ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ വന്നുകൂടുന്ന ഈ ഭവനത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട സംസ്കരണ പദ്ധതികളുടെ ശുചീകരണ പ്രക്രിയകൾ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയാൽ ഒരിക്കലും നമ്മളിൽ നിന്നും അനാവശ്യങ്ങൾ സംഭവിച്ചുകൂടാ, നമ്മളിൽ നിന്നും ഒരിക്കലും ആഭാസങ്ങൾ സംഭവിച്ചുകൂടാ, നമ്മളിൽ നിന്നും ഒരിക്കലും എടുത്തുചാട്ടമുണ്ടാകരുത്, നമ്മളിൽ നിന്നും മനുഷ്യകുലത്തിന് ഉപദ്രവമുണ്ടാകുന്ന ദോഷകരമായ ഒരു വാക്കുപോലും ഉണ്ടാകരുത്, ഒരു പ്രവൃത്തി പോലും ഉണ്ടാകരുത്. നമ്മളിൽ നിന്നും ആളുകൾക്ക് നന്മയല്ലാതെ മറ്റൊന്നും അനുഭവിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും തങ്ങളുടെ സഹാബത്തിന്റെയും ജീവിത രീതിയിലൂടെ, തങ്ങളുടെ മാതൃകയിലൂടെ സമൂഹം അനുഭവിക്കുകയും അറിയുകയും ചെയ്ത ഇസ്ലാമിന്റെ മാഹാത്മ്യം അതാണ്. ഇസ്ലാമിന്റെ മാഹാത്മ്യം അതാണ്. ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും പ്രൗഢിയും അവരുടെ യശസ്സും ഭൂമി ലോകത്ത് അന്നും ഇന്നും ഉയർന്നു നിൽക്കുന്നത് അവരുടെ പെരുമാറ്റത്തിന്റെയും സ്വഭാവ ശൈലിയുടെയും അവരുടെ ജനങ്ങളുമായുള്ള ബന്ധത്തിന്റെയും നന്മയാണ്. ആ നന്മയാണ് ഈ പ്രദേശത്ത് പരസ്യമായ നിലയിൽ പ്രതിജ്ഞയുടെ രൂപത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മൾ ഈ വേദിയും ഈ ഭവനവും ഒക്കെ അതിന്റെ കേന്ദ്രമായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് നന്മയാണ്, ആ നന്മയുടെ വളർച്ചയാണ്, നന്മയുടെ വ്യാപനമാണ്, ആ നന്മ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ അധ്വാനമാണ്, ആ നന്മയിൽ ഒരുമിക്കാനുള്ള സന്മനസ്സാണ്, വിശാല മനസ്ഥിതിയാണ്. നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി ഒരുമിക്കുക, നന്മയ്ക്ക് വേണ്ടി ഒരുമിക്കുക. നന്മ എന്ന് പറയുമ്പോൾ അതിന്റെ നിർവചനത്തിൽ മനുഷ്യരുടെ മുഴുവൻ നന്മയെയും ഉൾക്കൊള്ളിച്ചു വിശുദ്ധ ഖുർആൻ, ഹദീസ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നന്മയ്ക്ക് ഒരിക്കലും നമ്മൾ കുടുസായ മാനകൾ നൽകരുത്. അത് അനുഭവിക്കുന്നവർക്കും നൽകുന്നവർക്കും കുടുസായ വ്യാഖ്യാനങ്ങൾ നൽകരുത്, അല്ലെങ്കിൽ അർത്ഥപരിമിതികൾ നൽകരുത്. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ ആണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. പരിധികളില്ലാതെ, അതിർവരമ്പുകളില്ലാതെ ശത്രു സമൂഹത്തിന് പോലും നന്മ ചെയ്ത് ശീലിക്കുകയും അത് നമുക്ക് പാഠമാക്കി തരികയും ചെയ്ത പ്രവാചകർ ശ്രേഷ്ഠർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ
നന്മ എന്താണെന്ന് അറിയുക, ആ നന്മ വളർത്താൻ വേണ്ടിയിട്ടുള്ള അധ്വാനത്തിൽ നമ്മൾ പങ്കാളികളാവുക, അതിൽ ഒരുമയുണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മളുടെ ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അനുയായികളുടെയും സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ പാഠം അതാണ്. മദീനത്തെ മസ്ജിദുൻ നബവി അത് കേന്ദ്രമായി ലോകത്ത് പരന്നൊഴുകിയ സമാധാനത്തിന്റെ സന്ദേശത്തെ ആത്മാർത്ഥമായ നിലയിൽ വിലയിരുത്തുവാൻ നമ്മൾ ശ്രമിക്കുകയും അതിനെ മനുഷ്യത്വപരമായ രൂപത്തിൽ സമീപിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉത്തമമായ സത്യമുണ്ട്. ലോകത്ത് പരിശുദ്ധ ഇസ്ലാം ഈ കോലത്തിൽ വ്യാപിച്ചത്, പരിശുദ്ധ ഇസ്ലാം ഈ കോലത്തിൽ വളർന്നത്, പരിശുദ്ധ ഇസ്ലാം ലോക മനസ്സിൽ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തത് അന്നത്തെ മദീനത്തെ മസ്ജിദുൻ നബവിയുടെ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന സഹാബത്തിന്റെ സംഘം അവരുടെ ജീവിതത്തിൽ ആക്കിയ സ്വഭാവത്തിന്റെയും പെരുമാറ്റ രീതിയുടെയും സൽഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. നമ്മൾ സാധാരണ എന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ പ്രമേയത്തെ സംബന്ധിച്ചിട്ടൊക്കെ കേട്ടപ്പോൾ മനസ്സുകൊണ്ട് സദസ്സിലിരുന്ന് ആലോചിച്ച ഒരു സംഗതിയുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും തങ്ങളുടെ സഹാബത്തിന്റെയും ആകെയുള്ള ജീവിതത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അവരുടെ അധ്വാനം, അവരുടെ പരിശ്രമം നന്മ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. അത് മാത്രമായിരുന്നില്ല, ആ നന്മയിൽ ഒരുമ വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമായിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ സ്ഥിരമായി കേൾക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഒരാൾക്ക് അയാളുടെ പട്ടിണിയുടെ കുടുംബിരിക്കൊള്ളുന്ന സാഹചര്യത്തിൽ വീട്ടിലേക്ക് ഒരു ആട്ടിൻതല ഹദിയായി ലഭിച്ചു, സമ്മാനമായി ലഭിച്ചു. ഈ ആട്ടിൻതല തനിക്ക് ലഭിച്ചപ്പോൾ അദ്ദേഹം ആലോചിച്ചു, എന്റെ വിശപ്പിന്റെ കാഠിന്യതയിൽ ഈ ആട്ടിൻതല ഞാൻ ഭക്ഷിക്കുന്നതിന് പകരം എന്റെ തൊട്ടടുത്ത അയൽവാസി ഒരുപക്ഷെ എന്നെക്കാൾ കൂടുതൽ ആവശ്യക്കാരനായിരിക്കാം, അവന് നൽകാം എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം തൊട്ടടുത്ത അയൽവാസിക്ക് കൊടുക്കുന്നു. അദ്ദേഹം വലിയ ആവശ്യക്കാരനാണ്, തിന്നാൻ വേണ്ടിയിട്ട് മുമ്പിൽ എടുത്തു വെക്കുമ്പോൾ എന്നെക്കാൾ കൂടുതൽ ആവശ്യക്കാരൻ തൊട്ടടുത്ത അയൽവാസി ആയിരിക്കൂലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അടുത്ത വീട്ടുകാരന് കൊടുക്കുന്നു. വീണ്ടും അദ്ദേഹം അതുപോലെ ആലോചിക്കുകയും അടുത്ത അയൽവാസിക്ക് കൊടുക്കുന്നു. ഏകദേശം ഇങ്ങനെ ആ ആട്ടിൻതല കറങ്ങി ആദ്യം കൊടുത്തത് ഏത് വീട്ടുകാരനായിരുന്നോ അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു. നന്മയിൽ ഒരുമ എന്ന ഈ വാക്ക് നമ്മൾ പ്രാവർത്തിക പദത്തിൽ ആലോചിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മദീനത്തെ മസ്ജിദുൻ നബവിയുടെയും അവിടുന്ന് പഠിച്ചു വളർന്ന വിദ്യാസമ്പന്നരായ സംസ്കൃതരായ സഹാബത്തിന്റെ ജീവിതത്തോടെയും നമുക്ക് കാണാൻ കഴിയുന്ന ഇങ്ങനത്തെ 1000 ഉദാഹരണങ്ങളുണ്ട്. ഈ നന്മ എന്നെക്കാൾ ആവശ്യക്കാരൻ അയൽവാസിയാണ്, എന്നെക്കാൾ ആവശ്യക്കാരൻ തൊട്ടടുത്ത് കിടക്കുന്നവനാണ്. നമ്മൾ യർമൂക്കിന്റെ യുദ്ധരണാങ്കണത്തിൽ ഷഹാദത്തിന്റെ വക്കിൽ മരണത്തോട് മല്ലടിച്ച് ജീവൻ പണയം വെച്ച് പെടയുന്ന മനുഷ്യന് ദാഹപരവേശനായി ഒരു ഉറക്ക് വെള്ളം കൊടുക്കുമ്പോൾ അടുത്ത് കിടക്കുന്നവരിലേക്ക് ആംഗ്യം കാണിച്ചു എന്ന് പറയാറില്ലേ? അല്ലേ? നമ്മൾ വിചാരിക്കും ഇന്ന് യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കൂ, നമ്മളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു, ആ ആക്സിഡന്റിൽ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടായി. ഒരു മുസ്ലിം പഴയകാലത്തെ സഹാബത്തിന്റെ സ്വഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് ജലം ലഭിച്ചില്ലെങ്കിലും എന്റെ തൊട്ടടുത്ത് പടഞ്ഞു മരിക്കാൻ പോകുന്ന മനുഷ്യന് വെള്ളം കുടിപ്പിക്കട്ടെ എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അതാണ് വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സമ്മാനിച്ച മനസ്സ്. ഞാൻ ദാഹപരവേശനായി, ഞാൻ വിശന്നു വലഞ്ഞവനായി, ഞാൻ ജീവിത പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും ഉള്ളവനായി നട്ടം തിരിയുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും എന്റെ തൊട്ടടുത്ത അയൽവാസിയെ സംബന്ധിച്ച് ആലോചിക്കുവാനും അവന് നൽകുവാനുമുള്ള മനസ്സ് എനിക്കുണ്ടാകുമ്പോൾ തൊട്ടടുത്ത ആളുകളുടെ മനസ്സും അതുപോലെ വിശാലമാകണം. അവൻ സ്വാർത്ഥനാകരുത്, അവൻ കുടുസായ മനസ്സിന്റെ ഉടമയാകരുത്. അതുകൊണ്ടാണ് നന്മയിൽ ഒരുമ എന്ന് നമ്മൾ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്. മനുഷ്യർ ഇങ്ങനെ വിശാലമായ നിലയിൽ അവരുടെ മനസ്സിനെ പടച്ചവന് വേണ്ടി നന്മയിൽ അധിഷ്ഠിതമായി പടുത്തുയർത്തുകയും വളർത്തുകയും അങ്ങനെ സ്വന്തം നന്മ വർദ്ധിക്കുക, പുണ്യം വർദ്ധിപ്പിക്കുക, ഒപ്പം ജനങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹത്തെയും മുഹബ്ബത്തിനെയും ഉൽഫത്തിനെയും വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ സഹാബത്തിന്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ താബിഈങ്ങളുടെ സംഭവങ്ങൾ, മുൻകാലത്തുണ്ടായിരുന്ന മഹാരഥന്മാരുടെ സംഭവങ്ങൾ പറയുകയും ആവേശം കൊള്ളുകയും ചെയ്യും. എന്നാൽ സംഭവങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ചരിത്രങ്ങൾ പറഞ്ഞ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനോ അതിലൂടെ ആവേശം കൊള്ളാനോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പരമാവധി ഇത്തരത്തിലുള്ള നന്മയുടെ പുതിയ ചരിതങ്ങൾ രചിക്കാൻ സാധിക്കണം. അതിനാണ് ഇത്തരം സദസ്സുകൾ ഉപകാരപ്പെടേണ്ടത്. എന്റെ ഓർമ്മയിൽ വരുന്ന ഒരു അനുഭവം ഞാൻ പറയട്ടെ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മദ്രാസിൽ വലിയൊരു പ്രളയമുണ്ടായി. വെള്ളപ്പൊക്കം, മഴയുടെ കടുപ്പം മുഖേന
നമ്മളെയൊക്കെ ഞെട്ടിക്കുകയും നമ്മളുടെ തൊട്ട അടുത്ത ഓർമ്മയിൽ എന്നും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഭീകരമായ അന്തരീക്ഷം. അവിടെ സമ്പന്നന്മാരായ ആളുകൾ, ഭരണാധികാരികളായ ആളുകൾ, വലിയ വലിയ ബുദ്ധിശാലികൾ, അവരൊക്കെ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ വെള്ളപ്പൊക്കത്തിൽ നട്ടം തിരിഞ്ഞു, ഒരു രക്ഷയുമില്ലാതെയായി. ഈ സാഹചര്യത്തിൽ നിങ്ങൾ അറിയുമോ, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ അനുയായികൾക്ക് അല്പം ഒരു അവസരം ലഭിച്ചപ്പോൾ അവർ നന്നായി പെരുമാറി. ഒരു അനുഭവം. അവിടുത്തെ മുസ്ലിം വിരുദ്ധരായ, മുസ്ലിം വിരോധികളായ ചില ആളുകൾ ഒരു പ്രൊപ്പഗണ്ട പ്രഖ്യാപിച്ചു, ഒരു ദുഷ്പ്രചരണം നടത്തി. എന്താ ദുഷ്പ്രചരണം എന്ന് പറഞ്ഞാൽ, വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയിൽപ്പെട്ട് വീടും കൂടും ഫ്ളാറ്റും മറ്റുമൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയ ആളുകൾക്ക് നിക്കക്കള്ളിയില്ല, കുടിക്കാൻ വെള്ളമില്ല, വെളിച്ചമില്ല, കരണ്ടില്ല, ഭക്ഷണമില്ല, ഒരു സാഹചര്യവുമില്ല, ഒരു സഹായത്തിനുള്ള വകുപ്പുമില്ല. ഭരണകൂടം പരാജയപ്പെട്ടു, എല്ലാവരുടെ സമ്പത്തും അസ്ഥിരപ്പെട്ടു, ഒന്നും ഉപകാരപ്പെടുന്നില്ല. ഈ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളോടുള്ള വിരോധത്തെ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരവസരമായി മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തു. മുസ്ലിമീങ്ങളുടെ ഹജ്ജ് ഹൗസിൽ 3000 പേർക്ക് ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്, ഭക്ഷണം ആവശ്യമുള്ളവരൊക്കെ അങ്ങോട്ട് വരിക, അവിടെ ഭക്ഷണം കുശാലാണ് എന്ന് പ്രഖ്യാപനം. പ്രിയപ്പെട്ടവരെ, ആ പ്രദേശത്തുള്ള ഉലമാക്കൾ ഈ വിവരം അറിഞ്ഞു. അവരൊറ്റക്കെട്ടായി ഉണർന്നെഴുന്നേറ്റു. അവർ പറഞ്ഞു, മുസ്ലിമീങ്ങളായ നമ്മളെ പരിഹസിക്കുന്നതിന് വേണ്ടിയും നമ്മളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയുമാണ് ആളുകൾ ഇത് പ്രഖ്യാപിച്ചതെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ അഭയം പ്രാപിച്ചുകൊണ്ട്, പ്രതീക്ഷ വെച്ചുകൊണ്ട്, ഹജ്ജ് ഹൗസിൽ ഭക്ഷണമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വരുന്ന ഈ 3000-ലധികം ആളുകളെയും തീറ്റിപ്പോറ്റേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. മുസ്ലിമീങ്ങളുടെ നേതൃത്വം ഉണർന്നു, പണ്ഡിതന്മാരുണർന്നു, അവർ കഠിന പ്രയത്നം നടത്തി, അവർ ജീവൻ പണയം വെച്ചു. മൂക്കിനെയും നേരത്തെ പറഞ്ഞ ആട്ടിൻതലയുടെ സഹാബികളുടെ അനുഭവത്തെയും ഒക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണർന്നെഴുന്നേറ്റു. 3000 ദിവസങ്ങളോളം ഹജ്ജ് ഹൗസിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പരസ്യമായ സംഗതിയാണ്. മനുഷ്യർക്ക് ഭക്ഷണം കൊടുത്തു, ജാതിയില്ലാതെ, മതമില്ലാതെ. അവിടുത്തെ പ്രമുഖമായ പള്ളികൾ, ആ പള്ളികൾ ഒരു ഭാഗം ഒരു ഭാഗം സ്ത്രീകൾക്ക് വേണ്ടിയും ഒരു ഭാഗം സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയും, സ്ത്രീകൾക്ക് വേണ്ടി ഒരു ഭാഗം, പുരുഷന്മാർക്ക് വേണ്ടി ഒരു ഭാഗം. അതിൽ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളൊന്നും വിഭജനമില്ല. മുഴുവൻ ആളുകൾക്കും പള്ളിയിൽ ഭക്ഷണം. നമ്മൾ സാധാരണഗതിയിൽ പള്ളിയെ ശുദ്ധമായി സൂക്ഷിക്കാറുണ്ട്, അതിൽ അഴുക്ക് വീഴാതെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഈ അടിയന്തര ഘട്ടത്തിൽ പടച്ചവന്റെ ഭവനം, നേരത്തെ സൂചിപ്പിച്ച പടച്ചവന്റെ ഭവനം, ഇത് അനുഗ്രഹത്തിന്റെ ഗേഹമാണ്, അഭയത്തിനുള്ള ആലയമാണ്. ഇവിടെ ഈ പള്ളിയുടെ ഉള്ളിൽ ഭക്ഷണം പാകം ചെയ്തു, നാട്ടുകാരായ മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരനുഭവം കൂടി പറയാം. ഒരു ചെറുപ്പക്കാരി പെണ്ണ്, അവൾ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് പ്രസവ വേദന കൂടി. അവൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും വാഹനം ലഭിക്കുകയില്ല. വെള്ളം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ആശുപത്രിയിലേക്ക് പോകും? അവളുമായി അടുത്ത ആളുകൾ പോലും കൈയൊഴിഞ്ഞു. കാരണം അവളെയും തൂക്കി ഞങ്ങൾ വെള്ളത്തിൽ പോയാൽ ഞങ്ങൾ മുങ്ങിപ്പോകും, എന്ത് ചെയ്യും? ഈ വാർത്ത ഒരു സാധാരണക്കാരായ ദീനി പ്രവർത്തകന്റെ കാതിൽ കേട്ടു. അയാള് ജീവൻ പണയം വെച്ചു. അദ്ദേഹം സ്വന്തമായി തുനിഞ്ഞിറങ്ങി ആ പെൺകുട്ടിയെ തന്റെ സ്വന്തം തോളിലിട്ടു ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും അവള് പ്രസവിച്ചു. ഹിന്ദുവായ ഒരു സഹോദരി പ്രസവിച്ചു. അവളുടെ പ്രസവ വേദനയിലും ഈ സാഹചര്യത്തിലും സഹായിക്കാൻ മറ്റൊരാൾ തയ്യാറായില്ല. ഈ മുസ്ലിം ചെറുപ്പക്കാരൻ തയ്യാറായി. ആ പെൺകുട്ടി ഒരു പരസ്യമായ പ്രഖ്യാപനം നടത്തി. എന്ത് പ്രഖ്യാപനമാണെന്നറിയുമോ? ആ പെൺകുട്ടി പറഞ്ഞു, ഈ കുട്ടിക്ക് ഞാൻ ഈ ചെറുപ്പക്കാരന്റെ പേരിടും, ഈ ചെറുപ്പക്കാരന്റെ പേരിടും. പടച്ചവന്റെ നിശ്ചയപ്രകാരം പിറന്നത് ഒരു പെണ്ണായിരുന്നു. അവള് പറഞ്ഞു, പെണ്ണാണെങ്കിലും വേണ്ടില്ല, ആണായി ഒരാളെ മാത്രമേ ഞാൻ ഈ മദ്രാസ് സിറ്റിയിൽ കണ്ടിട്ടുള്ളൂ. പടച്ചവന് വേണ്ടി എന്നെ സഹായിക്കാൻ തയ്യാറായ ഈ ആണായ മനുഷ്യന്റെ ചെറുപ്പക്കാരന്റെ പേര് പെണ്ണായി പറഞ്ഞ എന്റെ കുഞ്ഞിന് ഞാൻ വെക്കുന്നു എന്ന് അവൾ പറഞ്ഞു, പ്രഖ്യാപിച്ചു. അപ്പോൾ മുസ്ലിം മനസ്സിന്റെ വിശാലത നമ്മൾ നോക്കൂ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പടച്ചവന്റെ പേരിൽ നീ എന്നെ സ്നേഹിച്ചപ്പോൾ ഈ പെൺകുട്ടി വളർന്നു വലുതായി, അവളുടെ വിദ്യാഭ്യാസം, അവളുടെ വിവാഹം, ഇനി അങ്ങോട്ടുള്ള മുഴുവൻ സംഗതികളും പടച്ചവന്റെ പേരിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആലോചിക്കുന്നു, ഒരു നന്മയിൽ ഒരുമ, നാടിന്റെ തനുമ എന്ന പ്രഖ്യാപനത്തിലൂടെ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ഉപമകളും ഉദാഹരണങ്ങളും മസ്ജിദുൻ നബവിയുടെയും അതിൽ വളർന്നു വന്ന സഹാബത്തിന്റേതുമാണ്. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, 1400 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, ഈ ആധുനിക കാലഘട്ടത്തിലും. നേരത്തെ നമ്മുടെ സാലിഹ് മൗലവിയും മറ്റുമൊക്കെ പ്രസംഗിച്ചതുപോലെ, വിശദീകരിച്ചതുപോലെ, അക്രമകാരികളുടെയും അധർമ്മകാരികളുടെയും കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന ആ ഒരു ഇസത്തിലൂടെ ഭരണം നടത്തപ്പെടുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, മനുഷ്യത്വത്തിന് തീരെ വില നൽകാത്ത ഈ കാലഘട്ടത്തിൽ, മനുഷ്യ ജീവന് വില നൽകാത്ത ഈ കാലഘട്ടത്തിലും
മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ട് എന്ന് തെളിയിക്കുവാൻ, ഉണ്ടാക്കാൻ കഴിയും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ എന്ന് തെളിയിക്കുവാൻ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെയും ഇസ്ലാമികമായ പ്രവർത്തനങ്ങളുടെയും കർമ്മ പദ്ധതികളുടെയും അടിസ്ഥാനപരമായ ലക്ഷ്യം അത് തന്നെയാണ് എന്ന് പ്രാവർത്തിക പദത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ, പ്രദർശിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഈ പ്രദേശവാസികളായ മുസ്ലിമീങ്ങൾ സന്നദ്ധരാകണം, തയ്യാറാകണം. പള്ളിയുമായി ബന്ധപ്പെട്ട അമലുകളിലൂടെ, ഇബാദത്തുകളിലൂടെ അള്ളാഹുവിനെ അനുസരിക്കാനുള്ള, അവന്റെ നിയമങ്ങൾക്ക് വഴിപ്പെടുവാനുള്ള, അവന്റെ നല്ല അടിമയാണ് എന്ന സ്വയം തിരിച്ചറിവിനുള്ള അവസരത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനോടൊപ്പം എന്നോടൊപ്പം ജീവിക്കുന്ന എന്റെ സമസൃഷ്ടികളോട്, എന്റെ സഹജീവികളോട്, എന്റെ സഹോദരങ്ങളോട് മതമില്ലാതെ, ജാതിയില്ലാതെ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പഠിപ്പിച്ചതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സാഹോദര്യത്തിൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹജീവി സ്നേഹത്തിൽ ഒരിക്കലും മതത്തിന്റെയും ജാതിയുടെയും ഇസ്സത്തിന്റെയും ഒരു മതിൽക്കെട്ടുകളും ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ കേവലം പ്രസംഗിക്കാൻ വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നതല്ല. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ആക്രമിക്കാൻ വരുന്നവനോട്, നമ്മളുടെ നേരെ ക്രൂരമ്പുകൾ പ്രയോഗിക്കുന്നവരോട് പോലും ഈ തരത്തിൽ സ്നേഹമയമായ നിലയിൽ പെരുമാറുവാനുള്ള ശീലം, അല്ലെങ്കിൽ അതിന്റെ പാരമ്പര്യവും പൈതൃകവും നമുക്കുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം പെരുമാറ്റങ്ങളിലൂടെയാണ് ലോകരെ കീഴടക്കിയത്, ലോകരെ തങ്ങളുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്നത്. ആ ഒരു പ്രവർത്തന പാരമ്പര്യത്തെ ആവർത്തിക്കുവാൻ, നിലനിർത്തുവാൻ സമുദായം തയ്യാറാകണം, സമൂഹം ഉണരണം, നമ്മുടെ നാടിന്റെ തനിമ അതായി മാറണം, ലോകം നമ്മളെ മാതൃകയാക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് നല്ല തൗഫീഖ് തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഏറെ നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും നൊമ്പരപ്പെടുത്തുകയും ചെയ്യുന്ന കേരളീയ സാഹചര്യം, ഇന്ത്യൻ സാഹചര്യം, ലോക സാഹചര്യം, അതൊക്കെയാണല്ലോ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്നെ പോലത്തെ പ്രാസംഗികന്മാർക്ക് വാചാലമായി പറയാനുള്ള വിഭവങ്ങൾ. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ, അല്ല ലോക സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ ഭീതിജനകമായ ഒരു സാഹചര്യത്തിലൂടെയും അന്തരീക്ഷത്തിലൂടെയുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആത്മാർത്ഥമായ ഉണർവ്, തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആത്യന്തികമായി ആരാധ്യനായ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും തിരിയണം. അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. ഒപ്പം ആ അള്ളാഹുവിന്റെ നല്ല അടിമകളായി നമ്മൾ പരസ്പരം നമ്മുടെ കൈ കോർത്ത് പിടിക്കണം. അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. ആ മുറുകെ പിടിക്കുന്ന അടിയാറുകൾ പരസ്പരം അവരുടെ കൈ കോർത്ത് പിടിക്കണം. പ്രിയപ്പെട്ടവരെ, ആരാധനയിലും ഇബാദത്തുകളിലും അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിലും നമ്മൾ ശുദ്ധരായിരിക്കണം, മുൻപന്തിയിലായിരിക്കണം. സ്നേഹത്തിലും പരസ്പര ബന്ധത്തിലും നമ്മൾ ഏറ്റവും ഉന്നതന്മാരായിരിക്കണം. അതുകൊണ്ട് പടച്ചവനെ മുറുകെ പിടിക്കുക, പടപ്പുകൾക്കിടയിൽ പരസ്പര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുക, നന്മ വളർത്തുക, ആ നന്മയിൽ ഒരുമയുണ്ടാക്കാൻ ശ്രമിക്കുക. നന്മയിൽ ഒരുമ അതാകട്ടെ നമ്മളുടെയും നമ്മുടെ നാട്ടിന്റെയും തനിമ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.